ഹലോ മക്കളെ. മെയ് 3 നടക്കാൻ വേണ്ടി പോകുന്ന നീറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ എക്സാമിലേക്ക്. സ്വാഭാവികമായിട്ടും എക്സാമിൻ്റെ ഡേയ്സ് അടുക്കും തോറും നമുക്ക് നോർമലി ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു ഫേസിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മോക്ക് എക്സാംസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. മോക്ക് എക്സാംസിൻ്റെ മാർക്ക് ചില എക്സാമിൽ നല്ല മാർക്ക് വരുന്നുണ്ടാവും, ചില എക്സാംസിൽ മാർക്ക് കുറവായിരിക്കും. ചിലപ്പോൾ ഫിസിക്സിൽ നല്ല മാർക്ക് വരുന്നുണ്ടാവും, ചില അടുത്ത എക്സാമിൽ ഫിസിക്സിൽ മാർക്ക് കുറയുന്നുണ്ടാവും. ഈ ഒരു കമ്പാരിസണിലായിരിക്കും നിങ്ങളെല്ലാവരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇനി ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന മാർക്ക് വെച്ച് ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മാർക്കുമായിട്ട് എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. കാരണം നിങ്ങൾ പഠിച്ച പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഫ്രണ്ട് പഠിച്ചിട്ടുണ്ടാവുക. വാട്ട് എവർ ഏത് സിറ്റുവേഷനിലാണെങ്കിൽ കൂടി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ ലെവലിലൂടെ കടന്നു പോയിരിക്കുന്നത്, ഏതൊക്കെ ലെവൽ ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാവും. എക്സാമിൻ്റെ മാർക്കുമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഫ്രണ്ട്സിൻ്റെ മാർക്കുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഈ കമ്പാരിസൺ വിൽ ലീഡ് ടു സംതിങ് ഡിഫറൻറ്റ്. അതായത് നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മുടെ മൈൻഡിനുള്ളിൽ നമുക്കൊരു വിഷമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ തോന്നും. എനിക്ക് എങ്ങനെ പഠിച്ചിട്ട് മാർക്ക് വരുന്നില്ലല്ലോ, മാർക്ക് കൂടുന്നില്ലേ, എൻ്റെ ഫ്രണ്ട് അത്രമാത്രം പഠിക്കുന്നൊന്നുമില്ല, കാരണം വളരെ കുറച്ച് സമയം പഠിക്കുന്നുള്ളൂ, പക്ഷേ മാർക്ക് നന്നായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊക്കെ ഒരു ഡബിൾ തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലേക്ക് അത് ഫീൽ ചെയ്യും. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, ബാക്കിയുള്ളവരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരിക്കലും നിങ്ങളുടെ മാർക്ക് കമ്പയർ ചെയ്യേണ്ട. നമ്മുടെ മാർക്ക് മെയ് 3 നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമിനുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് ഈ മോക്ക് എക്സാം. ഓഫ് കോഴ്സ് ഡെഫിനറ്റ് ആയിട്ട് ആ മോക്ക് എക്സാമിൽ നിങ്ങളുടെ മാർക്ക് എന്തായിരിക്കും, മോക്ക് എക്സാമിൻ്റെ മാർക്കിൽ നിന്ന് അതിനേക്കാൾ ഒരു ഹയർ മാർക്കിലേക്കായിരിക്കും നിങ്ങൾ നീറ്റ് എക്സാമിലേക്ക് എത്തുക. അത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മാർക്കുമായിട്ട് എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. രണ്ടാമതായിട്ട് പാനിക് ആയിട്ട് പഠിക്കുക. അതായത് നിങ്ങളൊരു ഫ്രണ്ട് പറയുകയാണ്, എടാ നീ ഈ ടോപ്പിക്ക് പഠിച്ചോ, അപ്പോൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ ടോപ്പിക്ക് കണ്ടിട്ട് പോലില്ല, കേട്ടിട്ട് പോലില്ല, നമ്മൾ അത് പഠിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരിക, അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ അത് പഠിക്കണ്ടേ. അപ്പോൾ ആ ബുക്ക് എടുക്കുന്നു, ആ ടോപ്പിക്ക് വായിച്ചു നോക്കുന്നു. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ടോട്ടൽ ഫിസിക്സിൽ മാത്രം 28 ചാപ്റ്റേഴ്സ് ഉണ്ട്. ടോട്ടൽ കെമിസ്ട്രി, ബയോളജി അടക്കം ഇഷ്ടം പോലെ ചാപ്റ്റേഴ്സ്, ഒരു 100 ചാപ്റ്റേഴ്സിന് എടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ചാപ്റ്ററിനും നമ്മൾ പഠിച്ച ടോപ്പിക്സ് പിന്നെയും റിവൈസ് ചെയ്യാനാണെന്നുള്ള സമയമാണ് നമുക്കുള്ളൂ. അപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങളൊരു 100 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫിസിക്സിൽ 28 ചാപ്റ്ററിന് 2800 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 2800 ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുന്നിടത്താണ് മിടുക്ക്. അല്ലാതെ പുതിയൊരു ടോപ്പിക്ക് ഇനി പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ പുതിയ ടോപ്പിക്സ് പഠിക്കുകയോ അതിലൊക്കെ നിങ്ങൾ മൂവ് ചെയ്യരുത്, വെറുതെ പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. എന്താണോ പഠിച്ചത് അത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യേണ്ട സമയമാണ് ഇനി അങ്ങോട്ടേക്കുള്ളത്. റൈറ്റ്. മൂന്നാമത് നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞു, പാനിക്കായിട്ട് പഠിക്കരുത് പറഞ്ഞു. ഇനി എന്താണ്, ഡിസിപ്ലിൻഡ് ആയിട്ട് ടോപ്പിക്സ് പെർഫെക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. പഠിച്ചത് എന്തൊക്കെയാണോ അത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാനുള്ള സമയമാണുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും കടന്നു പോവുക, പഠിച്ച ടോപ്പിക്സിലൂടെ കടന്നു പോവുക. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള രീതിയിൽ നോക്കുക, ആ ചാപ്റ്റേഴ്സിലൂടെ ഒന്നുകൂടി കടന്നു പോവുക. അതേപോലെ തന്നെ പഠിച്ച ക്വസ്റ്റ്യൻസ് മാക്സിമം റിവൈസ് ചെയ്യുക. ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, ആരുമായിട്ട് മാർക്ക് എടുക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട. നിങ്ങളുടെ മാർക്ക് മാത്രം നോക്കുക. ഡെഫിനറ്റ് ആയിട്ട് മെയ് 3 നടക്കാൻ വേണ്ടി പോകുന്ന നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഗൈസ്, ഈ മിസ്റ്റേക്സ് ഒഴിവാക്കിക്കൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.